വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. സാധാരണക്കാർ ദുരിതത്തിൽ. 1 ലിറ്റർ വെളിച്ചെണ്ണ 480-500 രൂപയ്ക്കാണ് വിറ്റഴിക്കുന്നത്. കേരളത്തിലെ തേങ്ങയോൽപാദനം കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില കൂടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. 1 കിലോ തേങ്ങയ്ക്ക് മൊത്തവില 70 രൂപയും ചില്ലറ വില 75 മുതൽ 80 രൂപ വരെയും ഉയർന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തെങ്ങിൽ നിന്ന് 15-ൽ താഴെ തേങ്ങ മാത്രമാണ് ലഭിക്കുന്നത്. അതും വെളിച്ചെണ്ണ വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയരുന്നതിനാൽ കേരളത്തിലെ കർഷകർക്ക് യാതൊരുവിധ ലാഭവും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മായം ചേർത്ത വെളിച്ചെണ്ണയാണ് കൂടുതലും കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. വളരെ ലോക്കൽ സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷേ നമ്മളെടുത്ത് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ വെളിച്ചെണ്ണ വരുന്നുണ്ട്, പക്ഷേ അതിൽ കംപ്ലീറ്റ് ചേർത്തിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റുന്നത്. ബ്രാൻഡഡ് വെളിച്ചെണ്ണ എല്ലാം 500 മുകളിൽ ലിറ്ററിന് നമുക്ക് വരുന്നുണ്ട്. വില ഉയരുകയാണെങ്കിൽ ഓണത്തിന് 1 കിലോ വെളിച്ചെണ്ണ 600 രൂപയ്ക്ക് മുകളിലെത്താനാണ് സാധ്യത. ഈ 1 വർഷമായിട്ട് തേങ്ങയുടെ ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്കും അതുപോലെ തന്നെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൊരു വീട്ടിലൊരു അമ്മമാരും പെങ്ങന്മാരെല്ലാം ജോലിക്ക് പോയാൽ തന്നെ കിട്ടുന്ന കൂലി ഒരു 500 രൂപ കൂലി ഇട്ടവർ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് തന്നെയായി. അതുപോലെ നാളികേരത്തിന് എന്തെങ്കിലും ഒരു വില വ്യത്യാസം വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അവർക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്കൊരു ബിസിനസ് കൂടുതൽ വരും. കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സ്വന്തമായി മില്ലുകൾ നടത്തി പ്രാദേശികമായി കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് എണ്ണയാട്ടുന്നത്. ചെറുകിട നാളികേര കർഷകർക്കും മില്ലുടമകൾക്കും സർക്കാർ സംവിധാനങ്ങൾ വേണ്ട പ്രോത്സാഹനം നൽകണമെന്ന് മില്ലുടമകളും കർഷകരും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, തിരുവല്ലുവാമല.